ഹലോ ഗായ്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് ആശംസകൾ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് കൊച്ചി അമ്മായിമുക്കിലാണ്. അത് കൊച്ചിക്കാർക്ക് എല്ലാവർക്കും സുപരിചിതമായ സ്ഥലമാണ്. അമ്മായിമുക്ക് പാലസ് റോഡ് എന്ന് വെച്ചാൽ നമ്മുടെ പെരുന്നാൾ രാവ്, പെരുന്നാളിൻ്റെ തലേ ദിവസം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഉത്സവരാവ് തന്നെയാണ്. ഈ 30 ദിവസം നോമ്പും പിടിച്ച് പുറത്തൊന്നും കറങ്ങാണ്ട് സിനിമക്ക് പോകാണ്ടൊക്കെ എല്ലാവരും വീട്ടിലും തന്നെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന കാലഘട്ടം. ആ ഒരു നോയമ്പ് മാസം ഞങ്ങളൊരു 30 ദിവസം, അത് കഴിഞ്ഞിട്ട് ആ പിറ്റേ ദിവസം പെരുന്നാളാണെന്ന് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ അന്നത്തെ ദിവസം രാത്രി പെരുന്നാരാവിൻ്റെ അന്ന് എല്ലാവരും മാക്സിമം ആൾക്കാർ ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ വന്ന് കൂടുന്നൊരു സ്ഥലമാണ് കൊച്ചി ചുള്ളിക്കൽ അമ്മായിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലം. ഇതിപ്പോൾ എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ കാലാകാലങ്ങളായിട്ട് കണ്ടു വരുന്നൊരു പരിപാടിയാണ് ഇവിടെ. അതായത് ഒരുപാട് കച്ചവടക്കാരും ഒരുപാട് സ്റ്റാളുകൾ, കാര്യങ്ങൾ, ഫുഡിൻ്റെ, കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഒരുപാട് ഷോപ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് സൈഡും വീടൊക്കെ ഉള്ളൊരു സ്ട്രീറ്റാണത്. നമ്മുടെ കൊച്ചി കരിവേലിപ്പടി കഴിഞ്ഞിട്ട് ചുള്ളിക്കലേക്ക് പോകുമ്പോഴത്തേക്കും അവിടുന്ന് ചെമ്പിട്ടപ്പള്ളി എന്ന് പറഞ്ഞ പള്ളിയിലേക്ക് പോകുന്നൊരു വഴിയാണ്. അവിടെയാണ്, ആ ഒരു വഴിയിലാണ് ഇത് ഫുൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതെല്ലാ വർഷവും 2 വട്ടം ചെയ്യാറുണ്ട്. അത് ഒരു വട്ടം ഈ റംസാനും പിന്നെ ബക്രീദ്, ഈ 2 പെരുന്നാളിനും തലേ ദിവസം പെരുന്നാരാവിൻ്റെ അന്ന്. ഇതുപോലെ തന്നെ കൊച്ചിയിൽ പിന്നെ മട്ടാഞ്ചേരി പാലസ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഈ സെയിം കണ്ടീഷൻ തന്നെയാണ്. അവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ഇതുപോലെ തന്നെ നല്ല ക്രൗഡായിരിക്കും. പക്ഷേ ഇവിടെ അവിടുത്തെ അപേക്ഷിച്ച് അമ്മായിമുക്കിലാണ് ആളുകൾ ഒരുപാട് തിങ്ങുന്നത്. എന്നുവെച്ചാൽ കൊച്ചിയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിലുള്ള ഒരുപാട് പേര്, ഭൂരിഭാഗം ആൾക്കാരും മാക്സിമം വന്ന് എൻജോയ് ചെയ്യാറുണ്ട്. അത് ഈ ആൾക്കാർ ഓരോ ഓർണമെൻറ്റ്സ് ആണെങ്കിലും എടുക്കാനും, ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് കളിക്കുന്ന സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ആയിട്ട് വെറുതെ കറങ്ങി നടക്കും അടിപൊളിയായിട്ട്. അപ്പോൾ വൈകിട്ടൊരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെളുപ്പിന് 2, ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ഒരു ഫസ്റ്റ് ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞാൽ പോയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ പോയത് 2 മണി, 2:30, 3 മണിയായപ്പോൾ പോയപ്പോൾ അപ്പോഴും സെയിം കണ്ടീഷൻ. എനിക്കൂടെ ക്രൗഡ് കൂടിയതേ തോന്നുള്ളൂ. എന്നുവെച്ചാൽ ആ സമയത്തൊക്കെ ഒരുപാട് ഫ്രണ്ട്സായിട്ട് ആൾക്കാർ ഇറങ്ങുന്ന സമയമാണ്. അല്ലാത്തപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാൽ ഒരു 12-1 മണി വരെയൊക്കെ ഫാമിലിയൊക്കെ ഒരുപാട് വന്ന് ഇങ്ങനെ കറങ്ങി നടക്കും. അടിപൊളിയാണ്ടോ, അടിപൊളി വൈബെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും നമ്മൾ പോകുന്നതുകൊണ്ട് നമ്മൾ അതൊരു പ്രതീക്ഷിക്കും. നമ്മളിപ്പോൾ എല്ലാ കൊല്ലം ഒരു, ഇപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ആരെങ്കിലും കാണുന്നവരൊക്കെ ഒരു അമ്പലത്തിൽ ഉത്സവം, പള്ളിയിലെ പെരുന്നാളൊക്കെ ആണെങ്കിലും അവിടെ എല്ലാവരും കൂടി കുറേ പരിചയമുള്ളവർ, കുറച്ച് ദൂരെ താമസിക്കുന്നവരൊക്കെ ആയിട്ട് വന്ന് കൂടുമ്പോൾ അന്ന് പെരുന്നാളിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ കണ്ടുമുട്ടുമ്പോൾ സാധനം അതുപോലെ തന്നെയാണ് ഇവിടെ. എന്നുവെച്ചാൽ ഒരുപാട് നമ്മൾ ഇടക്കാലങ്ങളിൽ കാണാത്ത ആൾക്കാരെ വരെ നമ്മൾ ചിലപ്പോൾ അവിടെ കണ്ടുമുട്ടും യാദൃശ്ചികമായിട്ട്. എന്നുവെച്ചാൽ അത് എല്ലാ കൊല്ലം ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഓർമ്മ വെച്ചപ്പോൾ കാണുന്നതാണ് ഈ അമ്മായിമുക്കിൽ പെരുന്നാരാവിൻ്റെ ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് എന്തോ ഇതിൽ വെച്ചാൽ കാരണവന്മാരായിട്ടും പറയാം. വെച്ചാൽ ഒരാൾക്കും അറിയില്ല ഇത് എത്ര കൊല്ലമായിട്ട് തുടങ്ങിയ പരിപാടിയാണ്, ഏത് ആൾക്കാരാണ് നടത്തുക. ഇത് കോമൺ ആയിട്ടുള്ളൊരു എല്ലാവർക്കും ഫുൾ ഫ്രീ എൻട്രി പോലെയൊക്കെ അടിപൊളി വൈബ്. എന്നാൽ പ്രത്യേകിച്ച് വലിയ എന്താ പറയുക, ഇപ്പം നമ്മൾ ഒരേ കാർണിവലൊക്കെ പോകുമ്പോഴത്തേക്കും കുറേ എന്താ പറയുക, നമുക്ക് കുറേ സാധനങ്ങളൊക്കെ റൈഡ്സും കാര്യങ്ങളും, അങ്ങനെയുള്ള റൈഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ. ഇവിടെ കുറേ കച്ചവടക്കാരും കുറേ കടകളും. പക്ഷേ ആൾക്കാർ വരുന്നത് എന്തോ ഒരു പ്രത്യേക ഒരു സംഭവമാണ് അമ്മായിമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് കൊച്ചിക്കാർക്ക്. ഈ നോയമ്പൊക്കെ പിടിച്ച് 30 ദിവസമൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ അന്നത്തെ ദിവസം ഇറങ്ങണ എല്ലാവരും ആ പാലസ് റോഡിലേക്ക് പോവുക അല്ലെങ്കിൽ അമ്മായിമുക്കിലേക്ക് പോവുക. മിക്കവരും വന്ന് പോവാറുണ്ട് കേട്ടോ. വെച്ചാൽ അതിന് മാത്രം ആൾക്കാർ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞു തന്നത് ഈ സമയത്ത് എടുക്കുമ്പോഴാണ് ഓവർ ക്രൗഡുള്ള സമയത്ത് വീഡിയോ കവർ ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ രാത്രി 2 മണിക്ക് പോയ സമയത്തൊക്കെയെന്ന് വെച്ചാൽ നല്ല ക്രൗഡായിരുന്നു. വെച്ചാൽ അതിന് മാത്രം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതിന് മാത്രം പോലീസ് സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. മട്ടാഞ്ചേരി സ്റ്റേഷനിലാണെങ്കിലും തോമ്പടി സ്റ്റേഷനിലേക്കെല്ലാം പോലീസുകാർ, പിന്നെ സെൻട്രൽ സ്റ്റേഷനിലെ വണ്ടികൾ, അങ്ങനെ ഇതായിട്ട് എല്ലാ പോലീസുകാരും, എല്ലാ ജംഗ്ഷനിലും പോലീസുകാരുള്ളതുകൊണ്ട് വേറെ അലമ്പോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആണ് പരിപാടികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫാമിലിയായിട്ട് പോകുമ്പോൾ ഓരോ സ്ഥലങ്ങൾ ഇപ്പോൾ ഈ അറ്റം മുതൽ അറ്റം വരെ നടന്നെത്തുമ്പോഴത്തേക്കും കുറേ കടകൾ കയറി പോകണം. അതായത് പെണ്ണുങ്ങളൊക്കെ ഫാമിലിയായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. വെച്ചാൽ അവരിങ്ങനെ ഓരോ കടകൾ. അപ്പോൾ എന്തായാലും എന്നെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ പെരുന്നാരാവിൻ്റെ ഒന്ന് എന്തായാലും അമ്മായിമുക്കിൽ കയറാണ്ട് ആരും പോകരുത്. അപ്പോൾ എനിവേ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.
ഓക്കെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, ബൈ.